വചനം 8. വാക്കർത്ഥം. വദുകുർ, നീ ഓർമ്മിക്കുകയും ചെയ്യുക, നീ സ്മരിക്കുകയും ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമം. വതബത്തൽ, ഇതര ചിന്തകൾ വിട്ട് മുറിഞ്ഞ് മിനക്കെട്ടു ചെല്ലുക. ഇലൈഹി, അവങ്കലേക്ക്. തബ്തീല, ഒരു നല്ലതരം മുറിഞ്ഞു ചെല്ലൽ. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ, നിന്റെ റബ്ബിൻ്റെ നാമം സ്മരിക്കുകയും അവങ്കലേക്ക് ഏകാഗ്രചിത്തനായി ഒരു മുറിഞ്ഞടുക്കൽ അടുക്കുകയും ചെയ്യുക. വചനം 9. വാക്കർത്ഥം. റബ്ബുൽ മശ്രിഖി, ഉദയസ്ഥാനത്തിൻ്റെ റബ്ബാകുന്നു. വൽ മഗ്രിബി, അസ്തമയസ്ഥാനത്തിൻ്റെയും. ലാ ഇലാഹ, ആരാധ്യനേയില്ല. ഇല്ലാ ഹുവ, അവനല്ലാതെ. ഫത്തഖിദ്ഹു, അതിനാൽ അവനെ ആക്കിക്കൊള്ളുക. വക്കീല, ഭരമേൽപ്പിക്കപ്പെട്ടവൻ, ഭാരമേറ്റവൻ, ഏൽപ്പനക്കാരൻ. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വക്കീലാ, ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും റബ്ബാകുന്നു അവൻ, അവനല്ലാതെ ആരാധ്യനേയില്ല. അതിനാൽ അവനെ നീ എല്ലാ കാര്യവും ഭരമേൽപ്പിക്കപ്പെട്ടവനാക്കിക്കൊള്ളുക. വചനം 10. വാക്കർത്ഥം. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. അലാമാ യഖൂലൂന, അവർ പറഞ്ഞു വരുന്നതിനെപ്പറ്റി. വഹ്ജുർഹും, അവരെ വെടിയുകയും ചെയ്യുക, അവരെ വിട്ടുനിൽക്കുകയും ചെയ്യുക. ഹജ്റൻ, ഒരു വെടിയൽ. ജമീലൻ, ഭംഗിയായ, സുന്ദരമായ. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ, അവർ അവിശ്വാസികൾ പറഞ്ഞു വരുന്നതിനെക്കുറിച്ച് നീ ക്ഷമ കൈക്കൊള്ളുകയും ഭംഗിയായ വിധത്തിൽ അവരെ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വചനം 11. വാക്കർത്ഥം. വദർനി, എന്നെ വിട്ടേക്കുകയും ചെയ്യുക. വൽ മുഖദ്ദിബീന, വ്യാജമാക്കുന്നവരെയും. ഉലിന്നഅമതി, സുഖാനുഗ്രഹത്തിൻ്റെ ആൾക്കാരായ, സൗഖ്യത്തിൻ്റെ ആൾക്കാരായ. വമഹിൽഹും, അവർക്ക് ഇട കൊടുക്കുകയും ചെയ്യുക. ഖലീലൻ, അല്പം, കുറച്ച്. വദർനി വൽ മുകദ്ദിബീന ഉലിന്നഅമതി വമഹിൽഹും ഖലീലാ, എന്നെയും സുഖാനുഗ്രഹത്തിൻ്റെ ആൾക്കാരായ ആ വ്യാജവാദികളെയും വിട്ടേക്കുകയും അവർക്ക് അല്പം ഇട നൽകുകയും ചെയ്യുക. അവരുടെ കാര്യം ഞാൻ തീരുമാനിച്ചുകൊള്ളാം. വചനം 8 മുതൽ 11 വരെയുള്ളതിൻ്റെ വിശദീകരണം. അല്ലാഹു അല്ലാതെ ആരാധ്യനേയില്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ വാക്യം സ്വീകരിക്കുന്നതോടെ അനിവാര്യമായിത്തീരുന്ന കടമയാണ് സകല കാര്യങ്ങളും അല്ലാഹുവിൽ അർപ്പിക്കലും അവനെ കാര്യകർത്താവായി സ്വീകരിക്കലും എന്ന് 8ഉം 9ഉം വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പ്രതികാരേച്ഛയോ വിദ്വേഷമോ കൂടാതെ മനസ്സുകൊണ്ടും ആശയം കൊണ്ടും ശത്രുക്കളുമായി അകന്നു നിൽക്കണം. അവരുടെ അക്രമങ്ങളുടെ നേരെ കണ്ണടയ്ക്കണം. നയപൂർവം പെരുമാറണം എന്നൊക്കെയാണ് 10ാം വചനത്തിൽ ഉപദേശിക്കുന്നത്. ശത്രുക്കളുടെ അക്രമങ്ങളെ സംബന്ധിച്ച് എടുക്കേണ്ട നടപടി അല്ലാഹു എടുത്തുകൊള്ളുമെന്നും അതിന് അല്പകാലത്തെ താമസം കൂടിയുണ്ടെന്നും അതുവരെ ക്ഷമിക്കണമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ് 11ാം വചനം. അവർക്ക് അനുഭവപ്പെടാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് അടുത്ത വചനങ്ങളിൽ പ്രസ്താവിക്കുന്നു.